യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനും പുടിനെ തളയ്ക്കാനും ട്രംപ് പഠിച്ച പണി 18 നോക്കിയിട്ടും പുടിൻ വഴങ്ങുന്ന ലക്ഷണമില്ലെന്ന് കണ്ടതുകൊണ്ട് തന്നെ ആകെ നിലവിട്ടിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ. ഈ മാസം ആദ്യം 50 ദിവസത്തിനകം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിലപാടിൽ കടുത്ത അതൃപ്തിയുണ്ടെന്നും ഇന്നു മുതൽ 10-12 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന പുതിയ സമയപരിധി നൽകുകയാണെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി. സംഘർഷം അവസാനിപ്പിക്കാതെ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിലപാടിൽ അമർഷം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ട്രംപ് തിങ്കളാഴ്ച മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത്. ഞാൻ പുതിയൊരു തീയതി പറയുകയാണ്. ഇന്നു മുതൽ 10-12 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കണം. ഒരുപാട് കാത്തിരിക്കുന്നതിൽ കാര്യമില്ല, പ്രത്യേകിച്ച് ഒരു പുരോഗതിയും കാണുന്നില്ല എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ട്രംപിന്റെ പുതിയ നീക്കത്തെ പ്രശംസിച്ച യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അദ്ദേഹത്തിന്റേത് ശരിയായ നിലപാടാണെന്നും ദൃഢനിശ്ചയം പ്രകടിപ്പിക്കുന്നതാണെന്നും പ്രതികരിക്കുകയുണ്ടായി. യുദ്ധം അവസാനിപ്പിച്ച് നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാനുള്ള ട്രംപിന്റെ നീക്കത്തിന് നന്ദി അറിയിക്കുന്നതായും സെലൻസ്കി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതേസമയം വിഷയത്തിൽ റഷ്യ ഇതുവരെ നേരിട്ട് പ്രതികരിച്ചിട്ടില്ലെങ്കിലും അന്ത്യശാസനം നൽകുന്ന പതിവ് പരിപാടിയുമായി ട്രംപ് വരണ്ട എന്നാണ് റഷ്യയുടെ മുൻ പ്രസിഡന്റും പുടിന്റെ അടുപ്പക്കാരനുമായ ദിമിത്രി മെദ്വെദേവ് എക്സിൽ കുറിച്ചത്. ഓരോ അന്ത്യശാസനയും യുദ്ധത്തിലേക്കുള്ള പടിയാണ്. അത് റഷ്യയും യുക്രൈനും തമ്മിലില്ല, ട്രംപിന്റെ സ്വന്തം രാജ്യവുമായാണെന്നും മെദ്വെദേവ് പറയുന്നുണ്ട്. യുദ്ധം ഉടൻ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും റഷ്യക്കെതിരെയും റഷ്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തും എന്നുമാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളും അധിക തീരുവ നേരിടേണ്ടി വരും. പാശ്ചാത്യ സൈനിക സഖ്യമായ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ മാർക്ക് റട്ടുമായി വൈറ്റ് ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ ഈ പ്രഖ്യാപനം. ഈ സമയപരിധി വെട്ടിക്കുറച്ചാണ് ട്രംപ് പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം റഷ്യയുടെ നാവിക ദിനാഘോഷത്തിനായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നഗരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ യുക്രൈൻ കനത്ത ഡ്രോൺ ആക്രമണം തന്നെയാണ് പുടിന് നേരെ നടത്തിയത്. ആക്രമണ സമയത്ത് പുൾക്കോവ് രാജ്യാന്തര വിമാനത്താവളം അടച്ചിടുകയായിരുന്നു. മാത്രമല്ല 57 വിമാനങ്ങൾ വൈകുകയും 22 എണ്ണം വഴി തിരിച്ചുവിടുകയും ചെയ്യുകയുണ്ടായി. സുരക്ഷാ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതിനാൽ തന്നെ വിപുലമായ നാവിക പരേഡ് റദ്ദാക്കിയിരുന്നു. നാവിക ദിനം റഷ്യ വിപുലമായാണ് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാമാണ് ഉക്രൈന്റെ ഭാഗത്തു നിന്നുമുണ്ടായ അപ്രതീക്ഷിത നീക്കത്തിൽ തകർന്നു വീണത്. എന്നാൽ യുക്രൈൻ അയച്ച 291 ഡ്രോണുകളിൽ ഒരെണ്ണത്തിന് പോലും റഷ്യയെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും എല്ലാറ്റിനെയും റഷ്യ വെടിവെച്ചിട്ടതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും റഷ്യയുമായി വ്യാപാര ബന്ധം നിലനിൽക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം ട്രംപ് തീരുവ ചുമത്താൻ ഇനി വെറും 2 ദിവസം കൂടിയേ ഉള്ളൂ. അതിന്റെ ഇടയിലാണ് ട്രംപിന്റെ ഈ നടപടി എന്നതുകൊണ്ട് തന്നെ അടുത്തതെന്ത് എന്ന ആശങ്കയിലാണ് ലോകം ഇപ്പോൾ.